ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ്. ഞാൻ എൻ്റെ അമ്മയോട് പോകുന്ന വഴിയാണ്. എൻ്റെ അമ്മ വീട് നൂർനാടാണ്. അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. അപ്പോഴാണ് ഞങ്ങൾ ട്രാഫിക് റൂളിൽ പെട്ട് അവിടെ കുറേ നേരം നിന്നു. പിന്നെ ഈ സ്ഥലം എല്ലാവർക്കും അറിയാമായിരിക്കും. പന്തളത്തുള്ള മിക്കവർക്കും അറിയായിരിക്കും. മിക്കവർക്കല്ല, പന്തളത്തുള്ള എല്ലാവർക്കും ഈ സ്ഥലം അറിയായിരിക്കും. NSS കോളേജാണിത്. പിന്നെ ഞങ്ങളെ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തോട്ട് ഞങ്ങളെ അച്ഛൻ കൊണ്ടുപോയി. ഞങ്ങളെ ഇത് സർപ്രൈസായിട്ടായിരുന്നു കൊണ്ടുപോയത്. അമ്മയ്ക്ക് പോലും ഈ സ്ഥലത്ത് പോകുന്ന കാര്യം അറിയത്തില്ലായിരുന്നു. നമുക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം അറിയാമോ? ഇത് മാവരപ്പാറയാണ്. ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ പോയപ്പോൾ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് മാവരപ്പാറ, പന്തളം കോഴമ്പാലമുള്ള മാവരപ്പാറയാണിതെന്ന്. പിന്നെ ഇതിൻ്റെ പകുതി ഞങ്ങൾ കയറി, ഫുള്ളൊന്നും ഞങ്ങൾ കയറിയില്ല, പകുതിയേ കയറിയുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്തു. മേളിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ നല്ലൊരു പ്ലേസാണിത്. പോകാത്തവരൊക്കെ ഒന്ന് പോയി നോക്കണം. നല്ലൊരു പ്ലേസാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ താഴോട്ടൊക്കെ നോക്കുമ്പം എനിക്ക് നല്ല രസമായിട്ട് ഇഷ്ടപ്പെട്ടെ. നല്ല രസമാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പോകാത്തവരൊക്കെ ഒന്ന് പോകണം. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് പോകുന്നത്. എനിക്ക് ഈ സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ നൂറിനാടെത്തിയപ്പോൾ ഞാൻ പിന്നെ അവിടുത്തെ പേരമരത്തിൽ ഒക്കെ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അപ്പോഴാണ് സീതപ്പഴം കണ്ടത്. അതിൻ്റെ പുറകെ പിന്നെ ഞാനങ്ങ് പോയി. അതിൻ്റെ പുറകെ പിന്നെ കുറേ നേരം ഞാൻ നിന്നിട്ട് പിന്നെ പേരക്കയിലോട്ട് പോയി. പേരക്ക ഞാൻ പറിക്കാൻ നോക്കിയിട്ട് അതെനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ പറിച്ച് ഏതോ ഒരു കൊമ്പ് എൻ്റെ കൈ കിട്ടി. അപ്പം നിന്ന് എൻ്റെ പൊടി കണ്ണു വീണു. ആ പറിച്ച പേരയ്ക്ക കഴിച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞതായിരുന്നു കേട്ടോ. പൊട്ട് തന്നെ തിന്നു. പക്ഷെ കയ്പൊന്നും അധികം ഇല്ലായിരുന്നു. ഇതാണ് എൻ്റെ അപ്പൻ്റെ കൃഷി. അപ്പോൾ ഞാനിവിടെയൊക്കെ ചുറ്റുനാട് നിന്ന് കണ്ടു. ഇതിൻ്റെ പുറകിലോട്ടുണ്ട്. പുറകിലൊക്കെ പപ്പായ, ചേന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനവിടെ എല്ലാം ഞാൻ പറിച്ച പേരൊക്കെ വെച്ച് ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ ഞാൻ പപ്പായ അവിടെ കണ്ടു. അതാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് കേട്ടോ കുറച്ച് മുമ്പ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ചുറ്റും നടന്ന് കണ്ട് പിന്നെ വീട്ടിലോട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഇതെല്ലാം ഞാൻ ചുറ്റും നടന്ന് കണ്ട് പിന്നെ വീട്ടിലോട്ട് പോയിരുന്നു ഞങ്ങൾ. പിന്നെ ഈ വീട്ടിൽ കാണുന്നവരെല്ലാം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.